ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ഇപ്പോൾ നടൻ ബാല കൂടി നമുക്ക് ചേരുന്നു. ബാല, താങ്കൾക്ക് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് സിനിമയുടെ കണ്ടന്റിന്, സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ എത്രയോ കാലമായിട്ട് സജീവമായിട്ട് മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്നു. ഈ പ്രമോഷൻ കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോശം റിവ്യൂ കൊണ്ട് സിനിമ പരാജയപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഓക്കെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റാണ്, പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ടും ഉണ്ട്. സംശയം എന്നും നല്ലതാണ്. അല്ല നിങ്ങൾ ചോദ്യത്തിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചോദ്യങ്ങളുണ്ട്. പറയൂ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചോദിക്കൂ. ചോദ്യം, ഇപ്പോ നിങ്ങൾ ഒരു സ്ത്രീയാണ്. ഇപ്പോ ഈ പ്രഗ്നന്റ് ആയ ലേഡി ഇല്ലേ, പ്രഗ്നന്റ് ആകുമ്പോ ആണോനോ പെണ്ണാണോന്ന് മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? എന്താ? പ്രഗ്നന്റ് ആയ ലേഡി ഇല്ലേ, പ്രഗ്നന്റ് ആകുമ്പോ ആണോനോ പെണ്ണാണോന്ന് മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ചോദ്യം ഇതാണ്, ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? റൂൾസ് ഉണ്ടോ ഇവിടെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമുക്ക് അതിനുള്ള അങ്ങനെ നിയമമുണ്ടോ ഇവിടെ? പ്രൊവിഷൻ നമുക്ക് തരുന്നില്ല. താങ്കൾക്ക് തുടരാം. ഒരു കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് അത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ടോ, ഈ നാട്ടിൽ ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നിയമം നമുക്ക് അതിനുള്ള നിയമമുണ്ടോ ഇവിടെ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതുപോലെ തന്നെയാണ് കേക്കുക. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെയാണ് കേക്കുക. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ്. ആ പടം ഒരു ഫിലിം പ്രസവിക്കുക, അത് മുമ്പ് കാണാതെ റിവ്യൂ ചെയ്യുന്നത് ഏത് ലോകത്ത് ന്യായം? ഒന്ന്. രണ്ടാമത്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് പറയാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞേക്കാം, ഇത് എല്ലാവരും കേൾക്കും, ലക്ഷം പേര് കേൾക്കും. തൊട്ടടുത്ത്, ഇവിടെ ഞാൻ പാലാരിയോട്ടത്താണ് താമസിക്കുന്നത്, തൊട്ടടുത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ആ മാരേജിൽ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ചെലവ് ചെയ്തു. മാരേജ് നടക്കുമ്പോൾ ഈ മാരേജുക്കും ബന്ധുക്കൾക്കും യാതൊരു ബന്ധമില്ല. യവനോ ഒരുത്തൻ പറയുന്നു ആ സ്ത്രീക്ക് 4 പേരോട് ബന്ധമുണ്ടെന്ന്. ഏത് കല്യാണ പെണ്ണുക്ക്, ആ ചെക്കനുക്ക് ഏതോ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ മാരേജ് പൊളിഞ്ഞു പോയി. കാണാതെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റേപ്പിംഗ് എ ഫാമിലി. ശ്രീ അശ്വന്ത് കോക്ക്, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്കുള്ള മറുപടി എന്താണ്? ബാല വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ്, ഇതിനെക്കുറിച്ചാണ് ബാല ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. അത്തരത്തിലുള്ള ബാല സംസാരിക്കുന്ന ആളുകൾ എനിക്കറിയില്ല. സിനിമ കാണാതെ റിവ്യൂ പറയുന്ന ആളുകൾ എനിക്കറിയില്ല. ആറാട്ടണ്ണൻ ബാലയുടെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ബാല പറയുന്ന ആളുകൾ ആരാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഉൾപ്പെടെയുള്ള എനിക്കറിയുന്ന ആളുകളൊക്കെ തന്നെ സിനിമ കണ്ട് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് റിവ്യൂ പറയുന്നത്. ഞാൻ പോകുന്നു.